ഒരിക്കൽ നേരം തൂത്ത് 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 ട്രിങ് 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 ട്രിങ്. ഹലോ സർ, ഗുഡ് മോർണിംഗ്. എന്താ സർ, വി ഹാവ് മീറ്റിംഗ് ടൈം? 11:30. ഓക്കെ. കോൾ കൊട്ടിച്ചിരുന്നു. ഉടൻ തന്നെ അവൻ ക്ലോക്കിലേക്ക് നോക്കി. ഓ ഷിറ്റ്. അവനുടൻ തന്നെ റെഡിയായി ഓഫീസിലെത്തി. നോ സർ, സാർ വരുന്നതിന് വെയിറ്റിംഗ് ആയിരുന്നു. അവരെ പറ്റിയുള്ളൂ. വിഷ്ണുവിനെ കണ്ടതും സ്റ്റാഫ്സ് എല്ലാവരും എഴുന്നിട്ടിരുന്ന് അവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. വിഷ്ണു അവനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. ഈ സാറിന് എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറയാനല്ല. നിനക്ക് അയാളെ പറ്റി അറിയിട്ടുണ്ട്. അയാൾ അങ്ങനെ. അതെന്താ അയാൾ അങ്ങനെ? നീ ഇവിടെ പുതിയതാണല്ലേ, അതുകൊണ്ടാണ് നിനക്ക് അയാളെ പറ്റി ഒന്നും അറിയാത്തത്. അയാളെ ഒരു രാക്ഷസനാ. രാക്ഷസനോ? നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ അയാളുടെ സ്വഭാവത്തെ പറ്റിയാണ് പറഞ്ഞത്. ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതേവരെയിട്ട് അയാളുടെ വായിന്ന് ചീത്തയല്ലാതെ നല്ല വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അയാൾക്ക് എന്ത് ചെയ്താലും കുറ്റം മാത്രമേ പറയാനുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നതിൻ്റെ അഹങ്കാരം അയാൾക്ക്. ആരെങ്കിലും നോക്കുന്നത് ചിരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. സാറ് അത്രയ്ക്ക് കളിപ്പന രാജാവാണ്. എടി സംസാരിക്കില്ലേ? സാറെങ്ങാനും മീറ്റിംഗ് കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയ നിങ്ങൾ 2:30 പണി പോയത് തന്നെ. വാ, ഒത്തിരി പണിയുണ്ട്, വാടി. സോ ഗുയിസ്, നമ്മൾ നമ്മുടെ വിഷ്ണു സാറിനെ പരിചയപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ഇത് വിഷ്ണു നാരായണൻ, സിംഗിളാണ്, ഏജ് 27. വിഷ്ണു ജനിച്ചതെല്ലാം കേരളത്തിലാണ്. അവൻ്റെ 18ാം വയസ്സിലാണ് അവൻ ന്യൂയോർക്കിലേക്ക് എത്തിയത്. അവൻ്റെ അച്ഛനും അമ്മയും കേരളത്തിലാണ് കേട്ടോ. വിഷ്ണുവിൻ്റെ 18ാം വയസ്സിൽ വിഷ്ണുവിൻ്റെ അച്ഛനൊരു നെഞ്ചുവേദന വന്നു. അതേ തുടർന്ന് അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിഷ്ണുവാണ് നോക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ കമ്പനി ഒരു ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം നമ്മുടെ വിഷ്ണുവിൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ് കേട്ടോ. വിഷ്ണുവിന് അച്ഛനമ്മയും മാത്രമല്ല കേട്ടോ, ഒരു പെങ്ങളും ഉണ്ട്. ബാക്കി കാര്യങ്ങൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവൻ ക്യാബിലിരിക്കുമായിരുന്നു. പെട്ടെന്ന് ട്രിങ് 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 ട്രിങ്. എടാ വിഷ്ണു, നീ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? അമ്മ എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. നീ ഫോൺ കട്ടയല്ലേ? നിൻ്റെ അച്ഛന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ കൊടുക്കട്ടെ? ഹലോ ചോ. പൊന്നുമോൻ ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ നീ ഇവിടെ വന്നിരിക്കണം. സോ ഡാഡ്, എനിക്ക് വർക്കുണ്ട്, സോ ഐ എം നോട്ട് കമ്മിങ്. എന്ത് വർക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ചോളണം. നീ പറയുന്ന കമ്പനിയുടെ CEO ഞാനാ, നീയല്ല. അതുകൊണ്ട് തന്നെ പൊന്നുമോൻ അടുത്ത ആഴ്ച തന്നെ ഇവിടെ വന്നേക്കണം. എനിക്ക് എൻ്റെ ഒരു ലെറ്ററിൽ നിന്നെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചിട്ടാൽ എനിക്ക് കഴിയും. സോ 1 വീക്ക്. ഡാമിറ്റ്. വിഷ്ണു ദേഷ്യത്തിൽ ഫോൺ നിലത്തിറക്കി പൊട്ടിച്ചു. റിയ, കം ടു മൈ ക്യാബിൻ റൈറ്റ് നൗ. സർ. റിയ, നാളെ തന്നെ എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഞാൻ കേരളത്തിലേക്ക് പോവാം. ഓക്കെ സർ. അങ്ങനെ വിഷ്ണു അവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. എന്നിട്ട് ടേബിളിലേക്ക് നോക്കി. അവിടെ ഒരു കിറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അവൻ ആ കിറ്റ് കൈകളിലെടുത്തു. എന്നിട്ട് അതിൽ നോക്കി പുഞ്ചിരിച്ചു. അങ്ങനെ വിഷ്ണു കേരളത്തിൽ എയർപോർട്ടിലെത്തി. അവിടെ അവനെ കാർ ഡ്രൈവറുണ്ട്. കുഞ്ഞ്, നമുക്ക് പോയാലോ? ചേട്ടാ, കാറിന് താക്കോലിങ്ങതാ. ഞാൻ റോഡിൽ പോകുന്ന ഒരു കുട്ടിയെ ഇടിച്ചു. ആക്സിഡന്റ് കണ്ട് അവിടെ നിന്ന് ആളുകളെല്ലാം അവിടേക്ക് ഓടിക്കൂടി. പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി വന്നു. അയ്യോ സോറി, കുട്ടിക്ക് പറ്റിയോ? ആ കുട്ടിക്ക് സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, തല ഒന്ന് പൊട്ടിയിരുന്നു.
രാമചേട്ടൻ ഉടൻ തന്നെ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? അധികം കുഴപ്പമൊന്നുമില്ല, തലച്ചൊരു മുറിവാക്കുന്നുണ്ട്. വിഷ്ണു ഉടൻ തന്നെ കാറിൽ നിന്നിറങ്ങി ആ കുട്ടിയുടെ നേരേക്ക് നടന്നു. അവൻ തൻ്റെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ആ പെൺകുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോയാലോ സാറേ? ഡോ, താൻ അങ്ങനെ അങ്ങ് പോയാലോ? ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് താൻ പോയാൽ മതി. ഞാനെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ? അതെൻ്റെ പണിയല്ല. തൻ്റെ പണിയാണത്. താനാണ് ആ കൊച്ചിനെ വണ്ടി അടിച്ചത്. അവിടെ താൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. ദേവണ്ണെ, അധികം അടുത്ത് ഇവിടെ ചേർക്കണ്ട. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം, ആംബുലൻസ് വരും. ആംബുലൻസ് വരുന്നതിന് മുമ്പ് ഈ കൊച്ചിനെ വരാൻ പറ്റിയ ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. താൻ എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല. ഈ കൊച്ചിനെ താൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റൂ. കുഞ്ഞ്, വെറുതെ പ്രശ്നം മനസ്സിലാക്കണ്ട. കുഞ്ഞ് വണ്ടി എടുക്കുക, നമുക്ക് ഈ കൊച്ചിനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് പോകാം. രാമൻചേട്ടൻ ഒന്നും പറയണ്ട, നമുക്ക് വീട്ടിൽ പോകാം. വാ കുഞ്ഞിൻ്റെ അച്ഛനറിഞ്ഞാലുള്ള പ്രശ്നം അറിയാലോ. കുഞ്ഞ് വണ്ടി എടുക്കുക, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ദേഷ്യമെല്ലാം അമർത്തി കടിച്ചു പിടിച്ച് വിഷ്ണു കാറിലേക്ക് പോയി. കാർ സ്റ്റാർട്ട് ചെയ്തു. രാമൻചേട്ടൻ ആ കുട്ടിയെടുത്ത് കാറിൻ്റെ പുറകെ സീറ്റിൽ കയറ്റി. കുട്ടിയെ കയറ്റിൻ്റെ പുറകെ നമ്മുടെ നായികയും കാറിലേക്ക് കയറി. നീ ഇതെങ്ങോട്ടാ? താനീ കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് എന്തിത്ര ഉറപ്പ്? വണ്ടി എടുക്ക്. നീ കുഞ്ഞ് വെറുതെ പ്രശ്നം വേണ്ട, വണ്ടി എടുക്ക്. വിഷ്ണു അവൻ്റെ ദേഷ്യം പിടിച്ചടക്കിക്കൊണ്ട് വണ്ടി എടുത്തു. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. ആ കുട്ടിയെ ഉടൻ തന്നെ ഡ്രസ്സ് ചെയ്യിക്കാനായി കൊണ്ടുപോയി. ഡോക്ടർ, ഇപ്പോൾ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടോ, കുറച്ചു നേരം കഴിയുമ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി. ബൈ ദ വേ ഗൈസ്, നമ്മൾ നമ്മുടെ നായികനെ പരിചയപ്പെട്ടില്ല. നായികയുടെ പേര് അശ്വതി. അശ്വതിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അമ്മാവനും അമ്മായിയും അവരുടെ ഒരു മോളും. ഇവരുടെ കൂട്ടുകുടുംബം കൂടെയാണ് താമസിക്കുന്നത്. ഇവരുടെ കൂട്ടുകുടുംബത്തെക്കുറിച്ച് നമുക്ക് ബാക്കി കഥയിലൂടെ അറിയാം. ഡോക്ടർ പോയ ഉടൻ തന്നെയും അശ്വതിയും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ, ആ കുഞ്ഞിന് എങ്ങനെയുണ്ട്? രാമചേട്ടൻ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേട്ടാ. അച്ഛൻ ഉടൻ തന്നെ വിഷ്ണുവിന് നേരെ തിരിഞ്ഞു. താനൊക്കെ ഒരു മനുഷ്യനാണോ? ഒരു പരിസ്ഥിതിയിൽ താൻ വെറും ഒരു പൈസയുടെ വിലയല്ലേ കാണിക്കുന്നുള്ളൂ. തന്നെപ്പോഴും ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടാവില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതെ നിൽക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അതെ, പൊന്നുമോളെന്നാണ് നിങ്ങളുടെ. അശ്വതി തിരിഞ്ഞു നോക്കി. ഇത്രയും ഡയലോഗ് അടിച്ചല്ലേ മോള്, ഇതും കൂടി കേട്ടോ. ഇനി നമ്മൾ തമ്മിൽ കണ്ട അന്ന് ഇങ്ങനൊരു വിഷ്ണുവിനെയൊക്കെ നീ കാണുന്നത്, അത് ഓർത്തോ. ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവിടെ നിന്ന് പോയി. പുറകെ അശ്വതിയും അവളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വിഷ്ണു അവൻ്റെ വീട്ടിലെത്തി. കൊടിമ്പല്ലടിച്ചു. ആ വന്ന എൻ്റെ പൊന്നുമോൻ, ഊരുതണ്ടൊക്കെ കഴിഞ്ഞ് നീ എപ്പോൾ ലാൻഡ് ചെയ്താലോ ഇവിടെ? എന്നിട്ട് വീട്ടിലേക്ക് വന്ന സമയം കേട്ടോ. ഇപ്പോഴാണ് നിനക്ക് ഇങ്ങോട്ട് കിട്ടണമെന്നുള്ള തോന്നിയേ? അമ്മ പറയുന്ന കേട്ടോ, ഞാനെന്തോ മലപ്പുറം വൈകിയതാണെന്ന് തോന്നും. ഒരു മാരണം തല കയറിയതുകൊണ്ടാണ്. ഇല്ലാന്ന് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ കാലത്ത് വീട്ടിലെത്തത്. എന്നോട് ഇതിന് അമ്മത്തിന് ചൂടാവുന്നേ. നീ എന്നോട് തടി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അകത്തേക്ക് കയറിച്ചെന്നെ, നിന്റെ അച്ഛനോടെ ഇപ്പം ഉണ്ട്. വിഷ്ണു അകത്തേക്ക് കയറിച്ചതും സോഫയിൽ മുകളിലും പിടിച്ചിട്ടിരിക്കുന്ന അച്ഛനെയാണ് കണ്ടത്. അച്ഛ, നീ എന്നാണ് ചെറുക്ക് കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു കൊച്ചിനെ വണ്ടി ഇടിപ്പിച്ചത് പോരാനിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ കിടന്ന് കളിക്കുന്നു നീ. വിഷ്ണുവിൻ്റെ ദേഷ്യത്തിൽ രാമചേട്ടനെ നോക്കി. ഞാനല്ല പറഞ്ഞു കൊടുത്തത്. രാമചേട്ടൻ അവിടുന്ന് ആംഗ്യം കാണിച്ചു. നീ രാമുവിനെ നോക്കണ്ട, രാമു അല്ല എന്നോട് പറഞ്ഞത്. ഇതും പറഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ അച്ഛൻ സൈഡിലേക്ക് നോക്കി. നീയോ? നീ എന്താ ഇവിടെ? എല്ലാ കാര്യവും തന്നോട് പറയണമെന്നുണ്ടോ? ആ പറയണം. നീ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നീ എന്താ ഇവിടെ നിന്ന് എനിക്ക് കൂടി അറിയേണ്ട അവകാശമുണ്ട്. ഇപ്പം ഇറങ്ങിക്കൊള്ളു ഇവിടെ നിന്ന്. ഒന്ന് പോടോ കാട്ടുവേ. യു ബ്ലഡി. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും. കുറേ നേരം തുടങ്ങിയിട്ട്. പോടച്ചു, നീ മുറിയിലേക്ക് പോ. അച്ചു ഒന്ന് വിഷ്ണുവിനെ തീർച്ച നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അവൾ എന്താ ഇവിടെ? അവളുടെ വീട്ടിൽ അവളല്ലാണ്ട് പിന്നെ ആരുണ്ടാവണ്ടേ? അവളുടെ വീടോ? അച്ഛനെന്താ പറഞ്ഞു വരുന്നത്? അവളെ എൻ്റെ അനുജൻ്റെ മകളാണ്, അശ്വതി.
വിഷ്ണുട്ടൻ എന്തൊന്നും മിണ്ടാത്തെ? വിഷ്ണുട്ടാ, ഒന്നിലടിച്ച് വല്യമ്മായി പറഞ്ഞല്ലോ വിഷ്ണുട്ടൻ പോയിട്ട് ഇനി എപ്പോ വരുമെന്ന് അറിയില്ലെന്ന്. പൊട്ടിപ്പെണ്ണേ, ഞാൻ ഒരു 2-3 മാസത്തിനുള്ളിൽ തിരിച്ചു വരൂലേ? നീ എന്തിനാ വിഷമിക്കുന്നേ? 2 മാസത്തിനുള്ളിൽ തിരിച്ചു വരുമെങ്കിൽ ഓക്കെ. എൻ്റെ പെണ്ണെ, ഞാൻ പോയിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ? എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടോ? അത്ര ഉള്ള ഓക്കെ, ഡബിൾ ഓക്കെ. മോനെ വിഷ്ണു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നാട്ടിലേക്ക് പോവാൻ സമയമായി. നാടിയിലേക്ക് പോവാം. ഇതൊക്കെ വാ. മോളെ ജുസി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. മിസ് യു. I can show you. എടാ വിഷ്ണു, വിഷ്ണു, നീ ഏത് ലോകത്താണ് നടക്കുക? ഏയ് അതൊന്നുമില്ല വെച്ചാ, ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരട്ടെ. ഓക്കെ, ബൈ. ഈ ചെറുക്കനാണ് ഞാൻ പറ്റിയ കിളി പോയോ? വിഷ്ണു റൂമിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് അവൻ്റെ ബാഗ് ഓപ്പൺ ചെയ്തു. ബാഗ് ഓപ്പൺ ചെയ്തപ്പോഴോ അവൻ നേരത്തെ വെച്ച് ആ കിറ്റ് കണ്ടു. അവൻ ആ കിറ്റ് എടുത്ത് ഒന്ന് നോക്കി പൂജിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് അകത്തേക്ക് വരാമോ? കയറി തോന്നു. നിനക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ശരിക്കും നീയത് മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ അങ്ങനെ വിധം പറയുമോ? ആരുടെ അച്ഛനോട്? ഞാൻ ആരുടെ അച്ഛനോട് കുച്ചുമ്പോഴൊക്കെ അപ്പോൾ ഞാനീ കൊണ്ടുവന്നാൽ ഇത് ആർക്കും അച്ഛൻ വിഷ്ണു എന്താ കൊണ്ടതെന്ന് അറിയാൻ വേണ്ടി അതിലേക്ക് നോക്കിയിട്ട് ദേഷ്യത്തോടെ തിരിഞ്ഞില്ല. വിഷ്ണു അവൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്ന കുതി അവൾക്ക് നേരെ നീട്ടി. അവളോടും തന്നെ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ട് തന്നില്ലേ പൊക്കോ. ഞാൻ പോകണോ? പേടിപ്പിക്കണ്ട, ഞാൻ പോവാം. ഇത് പറഞ്ഞുകൊണ്ട് വിഷ്ണു തിരിഞ്ഞിടന്നു. ഒന്ന് ചിരിച്ചല്ല, ഇനി ഞാൻ പൊക്കോളാം. വിഷ്ണു പോയുടെ തന്നെ അവൾ ആക്കി തീർന്നു. അതിൽ അവൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അവർക്കത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ അവൾക്കൊരു കോൾ വന്നു. കോൾ ഐ ഡി കണ്ടതും അവളുടെ മുഖമൊന്ന് മാറി. ഹലോ പറഞ്ഞേട്ടാ. ഹലോ, എന്ത് പറ്റി? എൻ്റെ കൊച്ചിൻ്റെ സൗണ്ടിൻ്റെ ഒരു മാറ്റം. ഏയ് അതൊന്നുമില്ല. ഞാൻ പറയട്ടെ നിൻ്റെ പ്രോബ്ലം എന്താണെന്ന്. വിഷ്ണു എന്നല്ലേ? പറഞ്ഞേട്ടാ, പറഞ്ഞേട്ടൊന്ന് വീട്ടിലേക്ക് വരുമോ? എനിക്ക് പറഞ്ഞേട്ടൻ കണ്ടൊന്ന് സംസാരിക്കണം. ഓക്കെ, ഒരു അരമണിക്കൂർ. കുറച്ച് സമയത്തിന് ശേഷം വരുൺ വീടിൻ്റെ കഥയിൽ തട്ടി. ആരാ? മനസ്സിലായില്ല. ഹായ്. ராப்பகலா அழுதாச்சு, கண்ணு ரெண்டும் ஆடி போச்சு, 40 நாள் விடிஞ்சாச்சு, துரும்பென எழுச்சாச்சு. ஆசனோ யாராதயா, மசங்குவி கசங்குதையா, கை பிடிக்க நீயும் மாயா ஏரா, கண்ணு குழி குழி காஞ்சு கிடக்குது வாயா ஏ வீரா, நெஞ்சில் வலி வலி கொஞ்சம் மறைஞ்சு போகட்டும் வாயா ஏ வீரா, கண்ணு குழி குழி காஞ்சு கிடக்குது வாயா. വരുണേട്ട അച്ചു ഓടിച്ചെന്ന് വരനെ ഹഗ് ചെയ്തു. ഓ, ഞാനത് മനസ്സിലായതല്ലേ. ഞാൻ ഈ നിൽക്കുന്ന കുരുട്ടടക്കടെ ഫിയാൻസിയാണ്. വാട്ട്?